നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എൻ്റെ ധ്യാന സമയത്ത് വാരാഹി ദേവി മനസ്സിൽ വരികയും ചില കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഒരുപക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്ന ഈ കാര്യം ഞാൻ പറയുവാനും അത് നിങ്ങൾക്ക് കേൾക്കുവാനും സാധിക്കുന്നത് സാക്ഷാൽ വാരാഹി ദേവി നിമിത്തമാണ്. വാരാഹി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ പോകുന്നത് നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നതായിട്ടാണ്. ഭഗവതി നിമിത്തം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയ സൗഭാഗ്യങ്ങളും വാരാഹി അമ്മയുടെ അനുഗ്രഹവും വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതാണ്. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം അതിശക്തമായ ഉഗ്രരൂപിണിയായ വാരാഹി രൂപം കൈക്കൊണ്ട് ആദി പരാശക്തിയാണ് വാരാഹി ദേവിയായി അവതരിച്ചത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും ഏത് ദുഃഖമായാലും എത്ര വലിയ സങ്കടമായാലും ഒരു നിമിഷം കൊണ്ട് തൽക്ഷണം തന്നെ അത് ഇല്ലാതാക്കുവാൻ വാരാഹി ദേവിയുടെ അനുഗ്രഹം മൂലം സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ വാരാഹി ദേവിയോട് പൂജയോ വഴിപാടോ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങളുടെ മനസ്സിൽ വാരാഹി അമ്മയോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആ സങ്കടം അമ്മയോട് പറയുകയാണെങ്കിൽ അതിന് ഉടൻ തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ അതിന് മാറ്റം സംഭവിക്കുന്നതാണ്. കഠിനമായ പൂജയോ അല്ലെങ്കിൽ വ്രതം നിഷ്ഠയോ ഒന്നും തന്നെ വാരാഹി പൂജയ്ക്ക് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമില്ല. മനസ്സിൽ കളങ്കമില്ലാതെ കലർപ്പില്ലാതെ ശുദ്ധമായ ഭക്തിയോടുകൂടി ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഭഗവതി നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു തരുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പ്രധാനമായും പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശക്തിയാർന്ന ഒരു വാരാഹി മന്ത്രമാണ്. രണ്ടാമത്തേത് വാരാഹി വിളക്കിനെ പറ്റിയാണ്. പഞ്ചമി നാളിൽ വീട്ടിൽ തെളിയിക്കേണ്ട വാരാഹി വിളക്കിനെ പറ്റിയും വാരാഹി മന്ത്രത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. വലിയ മന്ത്രങ്ങൾ, വലിയ ശ്ലോകങ്ങൾ, ഇതൊക്കെ വാരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ലളിതവും ഏതൊരു സാധാരണക്കാരനും പ്രാർത്ഥിക്കാൻ പറ്റുന്നതും വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കി ജപിക്കാവുന്നതുമായ ഒരു മന്ത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. ശുദ്ധമായ ഒരു നിലത്ത് വളരെ സമാധാനമായി അല്ലെങ്കിൽ മനഃശുദ്ധിയോടുകൂടി വിളക്ക് വെച്ച്, ഒരു സാധാരണ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഒരിടത്തിരിക്കുക. എന്നിട്ട് വാരാഹി ദേവിയെ ഏകാഗ്രതയോടുകൂടി വാരാഹി രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 3 ആവർത്തി ചൊല്ലേണ്ടതാണ്. ആ മന്ത്രം ഇതാണ്: ഹേ വാരാഹിയെ നമഃ എന്ന മന്ത്രം 3 തവണ ഉരുക്കഴിക്കുക. ഈ ഒരു ചെറിയ മന്ത്രം ജപിക്കുന്നതോടുകൂടി തന്നെ വാരാഹി ദേവിയുടെ പ്രീതി നേടുന്നതിനായി സാധിക്കുന്നതാണ്. ഈ മന്ത്രജപത്തോടുകൂടി തന്നെ ചിലപ്പോൾ നാം ആഗ്രഹിച്ച കാര്യം നിമിഷ നേരത്തിനുള്ളിൽ തന്നെ പരിഹരിച്ച് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അന്നേ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കിട്ടുമെന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉഗ്രശക്തിയുള്ള ഏറ്റവും ക്ഷിപ്രപ്രസാദിയാണ് വാരാഹി ദേവി എന്നത്. വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ലളിതമായ മന്ത്രമായ ഹേ വാരാഹിയെ നമഃ എന്ന മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതുകൂടിയാണ്. അടുത്തതായി വാരാഹി വിളക്കിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്.
കാര്യസിദ്ധിക്ക്, ജീവിത വിജയത്തിന്, ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നമ്മൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ് വാരാഹി വിളക്കെന്ന് പറയുന്നത്. ഇത് ദിവസവും തെളിയിക്കുന്നതല്ല കേട്ടോ. എല്ലാ മാസവും പഞ്ചമി നാൾ അല്ലെങ്കിൽ പഞ്ചമി തിഥി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു പഞ്ചമി തിഥി വരുന്നത് നോക്കി ആ ദിവസം തെളിയിക്കേണ്ടതാണ് വാരാഹി വിളക്ക് എന്നത്. ആ ദിവസം ത്രിസന്ധ്യയ്ക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ വാരാഹി വിളക്ക് തെളിയിക്കുകയും പഞ്ചമി തിഥി ദിവസം ത്രിസന്ധ്യയ്ക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ വാരാഹി വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ തലവര തന്നെ മാറുന്നതിന് വേറെ ഒരു വഴിപാടിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ചിലർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. വാരാഹി വിളക്ക് തെളിയിക്കുന്നതിനായി ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള രീതിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചരിയാണ് ഏറ്റവും നല്ലത്. പച്ചരി അതിനകത്തിടുക. അതിനുശേഷം അതിനു മുകളിൽ ഒരു നാളികേരം പൊട്ടിച്ച് രണ്ടായി പകുത്ത് വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടത്തിരിയിട്ട് കത്തിക്കുക. എന്നിട്ട് വാരാഹി ചിത്രത്തിൻ്റെ മുന്നിൽ വിളക്ക് വെച്ചിട്ട് കുറച്ച് പൂക്കൾ അതിൽ വിതറി ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവതിയെ പ്രാർത്ഥിച്ച് രണ്ട് കൈകൾ കൂപ്പി ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലുക. ഓം ശ്രീം ഭൂതേ വംശാം രാം. ഓം ശ്രീം ഭൂതേ വാംശാം രാം മഹാവജ്രവാരാഹി അത്യുഗ്രദണ്ഡനാഥേ ത്രിപാദസ്വരൂപിണി ഹരാം സ്വാഹ. ഈ മന്ത്രം 3 തവണയെങ്കിലും ചൊല്ലി ഭഗവതിയോട് നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതാണ്. നിങ്ങൾക്ക് അത് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് വാരാഹി ദേവിയുടേത്. അതുപോലെ തന്നെ വാരാഹി വിളക്കിനും വളരെ അത്ഭുത സിദ്ധി ഉള്ളതാണ്. ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.